ഹായ് ഓൾ. ഇൻസ്പയറിൻ്റെ റിസൾട്ട് അനൗൺസിങ് വീഡിയോ ചെയ്യുമ്പോൾ അതൊരു എൻട്രൻസ് ഓറിയൻറ്റഡ് റിസൾട്ട് ആണെന്നുള്ളത് പേഴ്സണലി ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ +1 റിസൾട്ട്, ഈ കറണ്ട് ബാച്ചിൻ്റെ +1 റിസൾട്ട് വന്നപ്പോൾ നമ്മൾക്കുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ചേളാരിയുടെ നിയർ ബൈ സ്കൂൾസിൽ നിന്നുള്ള കുട്ടികളാണ്. ആ കുട്ടികളെ 60ഓളം കുട്ടികളിൽ നിന്ന് നമ്മളടുത്ത് 20ഓളം കുട്ടികൾക്ക് സയൻസ് സബ്ജക്ട്സ് ഇൻക്ലൂഡിങ് ഓൾ സബ്ജക്ട്സ് 520 നമുക്ക് 500ഓളം മാർക്ക് വാങ്ങിച്ച 500ന്റെ മുകളിൽ മാർക്ക് വാങ്ങിച്ച 20ഓളം കുട്ടികളുടെ ഒരു ബാച്ചാണ് നമ്മുടെ കറണ്ട് ബാച്ച്. സോ ഈ ഒരു പെർട്ടിക്കുലർ ബാച്ചിൽ നിന്ന് എഗെയിൻ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് റിസൾട്ടും കൂടെ സിൻസിയർലി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള കാലിബറുള്ള ഒരു പെർട്ടിക്കുലർ ബാച്ചാണ്. സോ ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഇൻസ്പയർ നമുക്ക് അവരെ മോൾഡ് ചെയ്ത് എത്തിക്കുന്നത്. സോ ഫസ്റ്റ് റിയയിലേക്ക് പോവാം. റിയ ഇപ്പോൾ ഇവിടെ GMHSS അതായത് യൂണിവേഴ്സിറ്റി സ്കൂളിൽ +2 സ്റ്റുഡൻ്റാണ്. +1 റിസൾട്ടിൽ അവൾക്ക് സയൻസ് സബ്ജക്ട്സിൽ ഫുൾ ഔട്ട് ഓഫ് ഫുള്ളാണ്. സോ റിയ, എങ്ങനെയാണ് ഇൻസ്പയർ നിന്നെ മോൾഡ് ചെയ്തത്? ഇതിൽ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടുത്തെ നോട്ട്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം അത്രയും ഇലാബറേറ്റ് ആയിട്ടുള്ള നോട്ട്സാണ്. ഇതിൽ തന്നെ NCERTൻ്റെ സിംപ്ലിഫൈഡ് വേർഷനാണ്. ഇതിൽ തന്നെ നമുക്ക് NCERTൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ NCERT സോൾവ് ക്വസ്റ്റ്യൻസും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇൻ കേസ് നമ്മൾ ഡേ ലീവ് ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ നോട്ട്സ് വെച്ചിട്ട് തന്നെ അത് കവർ ചെയ്യാൻ പറ്റും. പിന്നത്തെ ഒരു ഹൈലൈറ്റിംഗ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സ്ട്രാറ്റജിയാണ് ഞാൻ എക്സാമിനും യൂസ് ചെയ്തത്. റിയയുടെ ഒരു പെർസെപ്ഷനാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അഗെയിൻ നമുക്ക് അച്ഛലേക്ക് പോവാം. അച്ഛൽ അത്താണിക്കലിലെ CBHSS കറണ്ട് +2 സ്റ്റുഡൻറ്റാണ്. അവൻ്റെ കേസിലും +1 റിസൾട്ടിൽ സയൻസ് സബ്ജക്ട്സിൽ ഫുൾ ഔട്ട് ഓഫ് ഫുള്ളാണ് അവൻ വാങ്ങിച്ചത്. സോ അച്ഛൽ, എൻ്റെ കാര്യങ്ങളടാ. ഞാൻ മെയിനായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സസ്സാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഓഫ്ലൈൻ ക്ലാസ്സസ് എനിക്ക് മനസ്സിലാവാനും കൂടുതൽ ഇൻട്രാക്ഷൻ ചെയ്യാനും എത്രയും നല്ലതാണ് ഓൺലൈനെക്കാട്ടിയും. പിന്നെ എക്സാം സാർ പറഞ്ഞ മാർക്ക് കിട്ടാൻ എക്സാമിന് തലേന്ന് വരെ ക്ലാസ് നോട്ട്സ് മാത്രം നോക്കിക്കൊണ്ടാണ് പോയത്. പിന്നെ ഇവിടെ ഉണ്ടായിന് റിവിഷൻ ക്ലാസ്സസും ഉണ്ടായിന്. അതും കൂടി കിട്ടിയപ്പോൾ എനിക്ക് നല്ല ഹെൽപ്പായിന് എക്സാമിന്. പിന്നെ ശ്രദ്ധിച്ച കാര്യമാണ്, ഒരു സബ്ജക്റ്റിന് ഒരു ഫാക്കൽറ്റിയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അത് നമുക്ക് അതുകൊണ്ട് തന്നെ ഇൻട്രാക്ഷൻ ചെയ്യാനും വളരെ ഈസിയാണ്. പിന്നെ ഡൗട്ടൊക്കെ ചോദിക്കാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഡൗട്ട് ചോദിക്കുക. പിന്നെ മെയിനായിട്ട് എന്നെ ഇൻസ്പയർ നല്ല ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് ഗായത്രിയിലേക്ക് പോവാം. ഗായത്രി അഗെയിൻ CBയിലെ തന്നെ സ്റ്റുഡൻ്റാണ്. ഔട്ട് ഓഫ് 520 512 ആണ് അവളുടെ സ്കോർ അല്ലേ ഗായത്രി അല്ലേ? നീ പറയുന്നതിൻ്റെ അഭിപ്രായം. ഇൻസ്പയറിൽ എന്നെ അട്രാക്ട് ചെയ്തത് ഇവിടുത്തെ ഒരു കൾച്ചർ തന്നെയാണ്. ലൈക്ക് റെഗുലർ എക്സാംസും റെഗുലർ ക്ലാസ്സും ഡൗട്ട് ക്ലിയറിങ് സെഷൻസൊക്കെ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നടത്തിയ ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ടായിരുന്നു ഒക്ടോബർ നവംബറിലൊക്കെ. അത് തന്നെ എക്സാംസിലൊക്കെ നന്നായി അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ബോണസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മെൻറ്റേഴ്സാണ്. അവർ വെറും മെൻറ്റേഴ്സ് അല്ല, JEE നീറ്റൊക്കെ ക്രാക്ക് ചെയ്തവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും ഓരോ ട്രിക്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. പിന്നെ അവരായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ കൂൾ ആൻഡ് കംഫർട്ടബിൾ ആണ്. അപ്പോൾ എന്തൊരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗായത്രിക്ക് അത് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, അതായത് എനിക്ക് ഇൻസ്പയർ എപ്പോഴും ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഒരു പബ്ലിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലോ ഉള്ള ഒരു കാര്യങ്ങളൊന്നും ഇവിടെ പ്രസൻറ്റ് ചെയ്യാത്തത്. അപ്പോൾ എന്നാലും നമുക്കൊന്ന് ഹരീഷിനോട് ചോദിക്കാം. ഹരീഷ് NNMHSലെ സ്റ്റുഡൻ്റാണ്. ഹരീഷ് പെർട്ടിക്കുലർലി JEE ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അവൻ എങ്ങനെയാണ് പിന്നെ ഇൻസ്പയർ JEE എന്നുള്ള ഒരു ആംബിഷനിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് ഹരീഷ് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു JEE ആസ്പിറൻ്റാണ്. JEE എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇൻസ്പയർത്തെ ഫാക്കൽറ്റീസും പിന്നെ അവിടുത്തെ DPPയും മെൻറ്ററൊക്കെ കാരണം എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വരുന്നത് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. അച്ഛൽ പറഞ്ഞ പോലെ തന്നെയാണ് ഫാക്കൽറ്റീസ് കാര്യം വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് അല്ലാത്തവർക്ക് പോലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. നെക്സ്റ്റ് നമുക്ക് നിരഞ്ജനോട് ചോദിക്കാം. നിരഞ്ജന അഗെയിൻ പിന്നെ NNMHSലെ തന്നെ സ്റ്റുഡൻ്റാണ്. നിരഞ്ജന, വാട്ട് യു ഫീൽ? എന്താ നമ്മളെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നുണ്ടോ? +2ൻ്റെ കൂടെ തന്നെ എൻട്രൻസ് ക്രാക്ക് ചെയ്യണമെന്നാണ് എൻ്റെ എയിം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യരുത്, പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതിന് വേണ്ടിയിട്ട് ഇവിടെ പീരിയോഡിക്കലി ഉള്ള നൈറ്റ് ക്ലാസ്സസിൻ്റെ കൂടെ നമുക്ക് വീക്ക്ലി ട്വൈസ് പ്രാക്ടീസ് സെഷൻസ്, പ്രോബ്ലം സോൾവിങ് സെഷൻസ് ഉണ്ടാവും. അത് അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോരുമ്പോൾ ബോർഡ് എക്സാംസിനും ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇവരൊക്കെ ഡിസ്കഷൻസ് നമുക്ക് ക്ലിയർ ആവുന്നൊരു കാര്യം, ഇവരാരും എന്ത് ചെയ്തിട്ടില്ല, ഒരു ബോർഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിയ ആളുകളല്ല. അവരെല്ലാവരും ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തു. സോ അതിൻ്റെ കൂടെ ബോർഡ് എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്തു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഹവയിലേക്ക് പോവാം. ഹവ പിന്നെ പുത്തൂർപള്ളിക്കൽ സ്കൂളിലെ കറണ്ട് +2 സ്റ്റുഡൻറ്റാ. ഹവ, എങ്ങനെയാണ് നമുക്ക് ഇൻസ്പയർ, എന്തൊക്കെയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ അഡ്വാൻറ്റേജസ്? മെയിനായിട്ട് ഞാൻ എല്ലാ ദിവസവും റെഗുലറായിട്ട് ക്ലാസ്സിൽ വരാറുണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ക്ലാസ്സിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഫോളോ അപ്പിൽ എനിക്ക് പോകാൻ പറ്റിയിരുന്നു. പിന്നെയെന്ന് പറയുന്നത് ഞാൻ ലീവ് എടുക്കുകയാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റെഫർ ചെയ്തിട്ട് സാർമാരോടൊക്കെ ചോദിച്ച് ആയിട്ടാണ് അടുത്ത ക്ലാസ്സിൽ കയറാറുള്ളത്. അത് വളരെ ബെനിഫിഷ്യലായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഡിസംബർ ആയപ്പോഴത്തേന് പോർഷൻസൊക്കെ തീർന്നിരുന്നു. ജനുവരി ഫെബ്രുവരിയിൽ റിവിഷൻസും തുടങ്ങി. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം എല്ലാ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാനും പറ്റി. അപ്പോൾ ഇത്രയും നമുക്കിതൊരു മേ ബി എന്താ പറയുക, ഇവരെ കുറേ അഭിപ്രായങ്ങളാവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. ഇതിന്നൊക്കെ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന പറയുന്ന ഒരു കാര്യം, ഇൻസ്പയർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് സ്ഥാപനമാണ്. അത് അതിൻ്റെ എയിം എന്ന് പറയുന്നത് എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പെർട്ടിക്കുലർ ബാച്ച് അതിൽ നമ്മൾ മുന്നോട്ടേക്ക് വരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. സോ അഗെയിൻ നമുക്ക് നെക്സ്റ്റ് ജാനുവരിയിൽ ജെയ് മെയിൻ കഴിയുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങനത്തെ ഒരു സെഷനിലൊരു പോസിബിലിറ്റി തരും എന്ന് വിചാരിക്കാം അല്ലേ? സോ ഓക്കെ.